ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും എന്തൊരു അടിപൊളി വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം. അങ്ങനെ നമ്മുടെ അനിയും നന്ദും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുക. ദേ, നീ ഇങ്ങനെ വിഷമിപ്പിച്ചിട്ട് ഇങ്ങനെ വന്നിരിക്കുന്നത് ശരിയാണോ അനി? എല്ലാവരും നീ കാരണം എന്തുമാത്രം വിഷമിക്കുന്നുണ്ട്. എനിക്ക് പറ്റുന്നില്ല നന്ദു, അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഒറ്റയ്ക്ക് വന്നിരുന്നത്. എല്ലാവരും കൂടെ എന്നെ വിഷമിപ്പിക്കുകയല്ലേ. എനിക്ക് വേണ്ടാത്തൊരു ജീവിതം എനിക്ക് നേടിത്തന്നിട്ട് എല്ലാവരും കൂടെ എന്നെ വിഷമിപ്പിക്കുമ്പോൾ എനിക്ക് എന്തുമാത്രം സങ്കടം ഉണ്ടാവും. അതൊന്ന് ആലോചിച്ച് നോക്കും നന്ദു. അത് കേട്ടതും സാരമില്ല, എന്ത് ചെയ്യാനാ, നമ്മുടെ വിധിയാണെന്നോർത്ത് സമാധാനിക്കുക. നീ വാ, വന്ന് വണ്ടി കയറ്, എല്ലാവരും നിന്നെ കാത്തിരിക്കുമായിരിക്കും. എനിക്ക് അങ്ങോട്ട് വരാൻ തീരെ താല്പര്യമില്ല നീ. ഇനി അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല നീ നന്ദു. സോറി, എനിക്ക് അങ്ങോട്ട് വരാൻ തീരെ താല്പര്യമില്ല നന്ദു. ഇനി അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല നീ വന്നേ പറ്റൂ. നിന്നെ കാണാതെ എല്ലാവരും വിഷമിച്ചിരിക്കുക. നീ വാ, വന്ന് സ്കൂട്ടി കയറ്. നന്ദു, നീ സ്കൂട്ടിയിലല്ലേ വന്നത്? നമുക്ക് കുറച്ച് നേരം ചുറ്റി അടിച്ചാലോ? നിന്റെ മുഖം കരണം അടിച്ച് ഞാൻ പൊളിക്കും. മര്യാദക്ക് വണ്ടി കയറാ എന്നും പറഞ്ഞുകൊണ്ട് നന്ദു അനിയോട് വണ്ടി കയറാൻ പറയാം. അങ്ങനെ അവർ രണ്ടുപേരും കാറിൽ കയറി അങ്ങ് പോവുകയാണ്. സ്കൂട്ടി കയറി അങ്ങ് പോവുക. ഈ സമയമാണെങ്കിൽ നമ്മുടെ വേണു ഇതെല്ലാം കണ്ടിട്ട്, എൻ്റെ മോൾക്ക് ഇവനെ വേണ്ട, പക്ഷെ എന്നാലും ഇവൻ ഇങ്ങനെ ചെയ്തത് ഒട്ടും ശരിയായ കാര്യമല്ല. എന്തൊരു നാണം കെട്ടവനാ, നാണം കെട്ട പരിപാടിയല്ലേ ഇവൻ ചെയ്യുന്നത് എന്നും പറഞ്ഞുകൊണ്ട് വേണു ഇങ്ങനെ കാറെടുത്ത് അവിടെ നിന്ന് പോവുക. ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ നയനയെയും ആദർശിനെയുമാണ്. അവർ രണ്ടുപേരും കാത്തു നിൽക്കുക. ഇത്ര നേരമായിട്ടും കാണുന്നില്ലല്ലോ എന്നും ആലോചിച്ചുകൊണ്ട് അപ്പോഴേക്കും നന്ദുവും അനിയും വന്നു. എന്തായി മോളെ, ഇവൻ എവിടെയായിരുന്നു? ആരും അറിയാതെ ആൽമരത്ത് തറയിൽ പോയി കിടന്ന് ഉറങ്ങുമായിരുന്നു ചേച്ചി. എന്താ അനി ഇത്? നീ എന്തിനാ ഇങ്ങനെ കുടുംബത്തിലുള്ളവരെ മുഴുവനും വിഷമിപ്പിക്കുന്നേ? സങ്കടം കൊണ്ട് എടുത്തി, എനിക്ക് ജീവിക്കാനേ തോന്നുന്നില്ല. ഒറ്റപ്പെട്ട് ജീവിക്കുമ്പോഴുള്ളൊരു സമാധാനം ആരുടെയും മുഖം ഓർക്കാതെ ഞാൻ അവിടെ പോയി കിടന്നത് അതിനു വേണ്ടിയാ. എനിക്കൊരു സമാധാനവും ഇല്ല, വീട്ടിലേക്ക് വന്നാലും ഇല്ല. അതുകൊണ്ട് തന്നെയാണ് ആരുമില്ലാതെ ആളൊഴിഞ്ഞ സ്ഥലത്ത് പോയി കിടന്നത്. അതാവുമ്പോൾ ഇത്തിരി സമാധാനമെങ്കിലും ഉണ്ട് എന്നും പറഞ്ഞുകൊണ്ട് അനിയങ്ങൻ നിൽക്കുക. ഇങ്ങനെ ചെയ്യരുത് തന്നെ, ഇത് ശരിയല്ല. നീ പോയി വണ്ടി കയറ്, എല്ലാവരും നിന്നെ കാണാതെ വിഷമിച്ചിരിക്കുക, വാ എന്നും പറഞ്ഞുകൊണ്ട് അനിയോട് കാറിൽ കയറാൻ പറയുക. സോറി നന്ദു, അനി കാരണം നിനക്ക് ഒരുപാട് വിഷമമായി കാണുമല്ലേ? സാരമില്ല ആദർശേട്ടാ, ഞാൻ കാരണമല്ലേ അനി കാണാതെ ആയത്. ഞാൻ അവനെ വഴക്ക് പറഞ്ഞതുകൊണ്ടല്ലേ അവനെ എടുത്തിട്ട് പോയത്. ഇപ്പോഴത്തെ അവസ്ഥ ഇതാ, ഞാൻ എന്തെങ്കിലും ഒന്ന് ദേഷ്യപ്പെട്ട് പറഞ്ഞാൽ പിന്നെ അവനെ കാണാതാവും. ഇല്ലെങ്കിൽ മൂക്കറ്റം കുടിച്ച് എവിടെയെങ്കിലും മാറിക്കിടക്കും. അതാ ആദർശേട്ടൻ ഞാൻ അവനൊന്നും പറയാത്തത്. പരമാവധി അവൻ വരുമ്പോൾ ഞാൻ ഒഴിഞ്ഞു പോകാത്തതും അതുകൊണ്ട് തന്നെ ആദർശേട്ടാ. സാരമില്ല നന്ദു, എല്ലാം ശരിയാവും എന്നും പറഞ്ഞ് നമ്മുടെ നന്ദുവിനെ ആശ്വസിപ്പിച്ച് ആദർശ് കാറിൽ കയറി അങ്ങ് പോവുക. ഈ സമയം നന്ദുവും സ്കൂട്ടർ എടുത്തുകൊണ്ട് അവിടെ ഒന്നും പോവുകയാണ്. ഇതേ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ജാനകിയാണ്. ജാനകി ആകെ വിഷമിച്ചിങ്ങനെ ഇരിക്കുക. അപ്പോഴേക്കും നമ്മുടെ അനാമികയും കാണിക്കുന്നുണ്ട്. അനാമികയുടെ മൊബൈലിലേക്ക് ഒരു വീഡിയോ വരിക. അത് കണ്ടതും അനാമിക ഞെട്ടലോടുകൂടെ ഇങ്ങനെ നോക്കുക. ഇത് കൊള്ളാലോ എന്നിട്ടൊന്ന് ആലോചിക്കുകയും ചെയ്യണം. ഈ സമയം ജാനകി അങ്ങനെ ഇരിക്കുമ്പോൾ ജലജ അങ്ങോട്ട് വരിക. എന്തു പറ്റി ജാനകി? ഇതുവരെയും അനി വിളിച്ചില്ലേ? ഇല്ല ജലജയെ, ഞാൻ എത്ര വിളിച്ചിട്ടും അനി ഫോൺ എടുക്കുന്നില്ല. എനിക്കറിയില്ല എന്താന്ന്, സങ്കടം വന്നിട്ട് വയ്യ. അവൻ എന്തിനാ ഇങ്ങനെ ചെയ്യുന്നേ? വീട്ടിലുള്ള പെൺകുട്ടിയെങ്കിലും അവൻ ആലോചിക്കണ്ടേ? എല്ലാ വീട്ടിലും പെൺകുട്ടികളാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇതിവിടെ ഇപ്പോൾ ഒരു ആൺകുട്ടി ഇങ്ങനെ ചെയ്യുമ്പോൾ അത് വല്ലാത്തൊരു സങ്കടമല്ലേ ജലജയെ എന്നും പറയുക. അത് ശരിയാ, വല്ലാത്തൊരു കഷ്ടം തന്നെയാ. ഇതൊക്കെ എന്തിനു വേണ്ടി ഇവനിങ്ങനെ ചെയ്യുന്നത്? ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ. അതെ, അത് തന്നെയാണ് എൻ്റെ സങ്കടം. എനിക്ക് നല്ല ടെൻഷനുണ്ട്. എന്തിനു വേണ്ടിയാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ആരെ ബോധിപ്പിക്കാനാ? ആരെ കാണിക്കാനാ? അവനെന്തിനാ എല്ലാവരും വിഷമിപ്പിച്ച് ഇങ്ങനെ മാറി നടക്കുന്നതെന്ന് ഒരു പിടിയില്ല. അതെന്തിനാണെന്ന് ഞാൻ മനസ്സിലാക്കി തരാം എന്നും പറഞ്ഞുകൊണ്ട് അനാമിക വരിക. എന്താ മോളെ, എന്തു പറ്റി? അവൻ ഇവിടെ നിന്ന് മാറി നിൽക്കുന്നതും അവനെ ഇവിടെ നിന്ന് മാറി നിന്നാൽ കിട്ടുന്ന സന്തോഷം എന്താണെന്ന് ഈ മൊബൈലിൽ നോക്കി അമ്മയ്ക്ക് മനസ്സിലാവും എന്നും പറഞ്ഞുകൊണ്ട് ആ വീഡിയോ കാണിച്ചു കൊടുക്കുക. ഇത് കണ്ടതും ജാനകി ഞെട്ടിപ്പോയി. ഒപ്പം ജലജയും. എന്താ ഇത്? എന്തൊരു കഷ്ടമാണ് ഇത്! ഇങ്ങനെയാണോ ഇവൻ ചെയ്യുന്നത്? എൻ്റെ ജാനകി, എന്നാലും അനിയെക്കുറിച്ച് ഞാൻ ഇത്രയും വിചാരിച്ചില്ല. പരസ്പര ബോധമില്ലാതെയല്ലേ പരിസര ബോധമില്ലാതെയല്ലേ അവനീ ചെയ്യുന്നത്? എന്തൊക്കെയാ കാണിച്ചു കൂട്ടുന്നത്? ഒരു നടുവഴിയിൽ വെച്ചാണോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? കഷ്ടമുണ്ട് ജാനകി. എന്നാലും അനി ഇത്രക്കാരനാണെന്ന് ഞാൻ കരുതിയില്ല. അല്ലെങ്കിലും ആദർശിൻ്റെ പാത പിന്തുടരുന്നവനല്ലേ അവൻ. ഇതുമല്ല, ഇതിനപ്പുറവും ചെയ്യും എന്നും പറഞ്ഞുകൊണ്ട് ജലജ, മോളെ ആ വീഡിയോ ഇങ്ങ് സെൻഡ് ചെയ്തേ, ഞാൻ അബിയെ ഒന്ന് കാണിക്കട്ടെ. നവ്യയ്ക്കും ഇത്തിരി അഹങ്കാരം കൂടുതലാണ്. അവളുടെ അനിയത്തിയെക്കുറിച്ച് പറയുമ്പോൾ അവൾക്ക് 1000 നാവാ. അതുകൊണ്ട് അവളെ കാണിച്ച് അവളുടെ മുഖത്ത് നോക്കി 2 വർത്തമാനം പറയണം. നീ അതങ്ങ് അയച്ചുവിട്. അത് കേട്ടതും അനാമിക അത് ജലജയുടെ ഫോണിലേക്ക് സെൻഡ് ചെയ്യുക. ഈ സമയം ജലജ അത് കാണിക്കാനായിട്ട് മുകളിലേക്ക് പോവുക. അപ്പോൾ നമ്മുടെ ജാനകി, മോളെ നിക്ക്, ഇടയോ പിടിയുന്ന ഒരു തീരുമാനമൊന്നും എടുക്കരുത് കേട്ടല്ലോ. അമ്മയ്ക്ക് നിന്റെ സ്ഥാനത്ത് മറ്റൊരാളെ കാണാൻ പറ്റില്ല മോളെ. നിന്നെ ഞാൻ അത്രയ്ക്ക് സ്നേഹിച്ചു പോയി. ഞാനിതെങ്ങനെ സഹിക്കും അമ്മേ? എനിക്കിത് സഹിക്കാൻ പറ്റുമോ?
ഒരു പെൺകുട്ടികൾക്കും സഹിക്കാൻ പറ്റാത്ത കാര്യം ഇത്. ഭർത്താവ് ജോലിക്കൊന്നും പോകാതെ കിടന്ന് വീട്ടിൽ തന്നെ നിൽക്കുന്നവരാണെങ്കിൽ അതും സഹിക്കാം. പക്ഷെ ഒരു പെണ്ണിനെ തേടി പോകുന്നൊരുത്തനെ എനിക്ക് എങ്ങനെയാ അമ്മ സഹിക്കാൻ പറ്റുക? അവന് ഞാൻ എങ്ങനെയാ അമ്മ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുക? എനിക്കിത് സഹിക്കാൻ പറ്റുന്നില്ലമ്മേ, അത്രയ്ക്ക് സങ്കടമുണ്ടമ്മേ എന്നും പറഞ്ഞുകൊണ്ട് അനാമിക ഇങ്ങനെ നടക്കുക. എന്നിട്ട് ആലോചിക്കുക, അവനിങ്ങനെയൊക്കെ ചെയ്യണമല്ലോ, എന്നാലല്ലേ എനിക്ക് ഞാൻ ആഗ്രഹിച്ച കാര്യം നടത്താൻ പറ്റൂ. എന്തായാലും എനിക്കിങ്ങനെ ചെയ്യാൻ തോന്നിയത് നന്നായി എന്നും ആലോചിച്ചുകൊണ്ട് നമ്മുടെ അനാമിക അങ്ങോട്ട് പോവുക. ഈ സമയം പിന്നീട് കാണിക്കുന്ന നവ്യയും അഭിയയുമാണ്. രണ്ടുപേരും ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. നീ എന്തിനാ നവ്യ ഉറക്കൊഴിഞ്ഞിരിക്കുന്നത്? കിടന്ന് ഉറങ്ങ്. ഓ ഇനിയിപ്പോൾ എൻ്റെ ഉറക്കം അങ്ങ് പോയി എന്നും പറഞ്ഞുകൊണ്ട് നവ്യ ഇരിക്കുമ്പോഴത്തേക്കും അല്ലെങ്കിലും ഉറക്കം പോവും. ഇവിടെ ഒരുത്തൻ ചെയ്യുന്നതും അവിടെ ഒരുത്തൻ ചെയ്തു കൂട്ടുന്നതും കണ്ടാലേ ഭയങ്കര പ്രശ്നമാണ്, ഭയങ്കര ബുദ്ധിമുട്ടാ. എൻ്റെ നവ്യയെ, നിനക്ക് നിൻ്റെ അനിയത്തിയെക്കുറിച്ച് പറയുമ്പോൾ 1000 നാവായിരുന്നല്ലോ, ദേ ഒന്ന് നോക്കിയേ എന്നും പറഞ്ഞുകൊണ്ട് ആ വീഡിയോ കാണിച്ചു കൊടുക്കുക. അത് കണ്ടതും എന്താ ഇത് എന്നും ചോദിക്കുകയാണ് അഭി. അതേടാ, ഇത്രയും നേരം അനിയെ കാണാനില്ല എന്ന് പറഞ്ഞില്ലേ? എന്തൊക്കെയാ എല്ലാവരും വിചാരിച്ചത്? അനി ആ നന്ദുവിൻ്റെ കൂടെ കറങ്ങി കിടക്കുമായിരിക്കുമെന്ന്. പക്ഷേ നമ്മൾ വിചാരിച്ചൊക്കെ കറക്റ്റ് തന്നെയാ. പോലീസ് സ്റ്റേഷനിൽ നിന്ന് വേഷവും മാറി അവൾ നേരെ പോയത് അവൻ്റെ അടുത്തേക്കാണ്. എന്നിട്ട് കണ്ടോ എന്തൊക്കെയാ കാണിച്ചു കൂട്ടുന്നത്? എന്നാലും ഇത്രയൊന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല അമ്മേ. അത് തന്നെ ഞാനും പറഞ്ഞത്. ഇവള് അനിയത്തിയെക്കുറിച്ച് പറയുമ്പോൾ എന്തൊക്കെയാ പറഞ്ഞുകൊണ്ടിരുന്നത്? അപ്പം നമ്മുടെ അഭി ചോദിക്കുക, ഇപ്പം തനിക്ക് എന്താണോ ഒന്നും പറയാനില്ലേ? അല്ല, എനിക്ക് എൻ്റെ അനിയത്തിയെ വിശ്വാസമാണ്. അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ വീഡിയോ എടുത്തതാരാ? അനാമിക മോളെ ഇത് എനിക്ക് ഇപ്പം അയച്ചു തന്നത്. എങ്കിൽ പിന്നെ സംശയിക്കണം. ഇതെങ്ങനെയാണ് വന്നതെന്നൊന്നും നമുക്കറിയില്ല. അതുകൊണ്ട് കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. അനാമിക തന്നതുകൊണ്ട് എനിക്ക് ഇത്തിരി ബുദ്ധിമുട്ടുണ്ട് വിശ്വസിക്കാൻ എന്നൊക്കെ നവ്യ പറയാം. അല്ലെങ്കിലും നീ വിശ്വസിക്കത്തില്ല. നിൻ്റെ അനിയത്തി ആരാണ് എന്താണെന്നൊക്കെ ഞങ്ങൾക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ട് തന്നെ കൂടുതലൊന്നും പറയണ്ട എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ജലജ ഇങ്ങനെ നിൽക്കുക. എന്നാലും ഇവൻ എന്തൊരു ധൈര്യമാണ്. ഇവന് പോട്ടെ, ആൺകുട്ടിയെന്ന് പറയാം, എന്നാൽ അവൾക്ക് എന്തൊരു ധൈര്യമാണ്. ഈ വീട്ടിൽ അനാമിക മോൾ അവന് വേണ്ടി കാത്തിരിക്കുകയല്ലേ. ഒരു ഭാര്യയെ വെച്ചിട്ട് ഇവൻ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ഇത് വല്ലാത്തൊരു കഷ്ടം തന്നെയാണ്. ഒരുത്തനെ വിശ്വസിക്കാൻ പാടില്ല ഇന്നത്തെ കാലത്ത്. അനിയെ പറഞ്ഞാൽ പോരല്ലോ. അവൻ വിളിക്കുമ്പോൾ അവൻ്റെ പിന്നാലെ പോകുന്നവളെയും പറയണം. എല്ലാവരും കണക്കാ. എല്ലാവരെയും കുറ്റം പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഇവിടെ ആദർശേട്ടനെ എങ്ങനെയാ? അതൊന്നും ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. ഏട്ടൻ്റെ പാത പിന്തുടർന്ന് നടക്കുന്നവനല്ലേ. അപ്പം ഇതല്ല, ഇതിനപ്പുറവും ചെയ്യും. അതുകൊണ്ട് അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. എന്തായാലും നമുക്ക് നമ്മുടെ കാര്യം നോക്കാം എന്നും പറഞ്ഞുകൊണ്ട് നവ്യ ഇങ്ങനെ ഇരിക്കുക. ഈ സമയം പാവം അനാമിക നല്ല വിഷമത്തിലാണ്. അനി അവളിൽ നിന്നും എന്നേക്കുമായി നഷ്ടപ്പെട്ടു പോകുമെന്നുള്ളൊരു പേടി അവൾക്കുണ്ട്. അതിന് അനിയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഭാര്യമാരായ സ്നേഹിക്കാൻ പഠിക്കണം. ഭാര്യ ഭർത്താവിന് സ്നേഹം കൊടുത്താലല്ലേ ഭർത്താവ് വേറെ സ്നേഹം തേടി പോകാതിരിക്കും. അതുപോലെ ഭർത്താവും തിരിച്ചും ചെയ്യണം എന്നും ജലജ. ഇത് കേട്ടതും നമ്മുടെ നവ്യയ്ക്ക് ദേഷ്യം വരിക. ഇനിയിപ്പോൾ എൻ്റെ അനിയത്തിയുടെ കാര്യമൊന്നും കിട്ടിയപ്പോൾ അതിൽ പിടിച്ച് കയറണ്ട. ഇതെന്താ സംഭവിച്ചതെന്ന് അറിയില്ലല്ലോ. ഇന്നത്തെ കാലത്ത് ക്യാമറയിൽ പല കാര്യങ്ങളും ചെയ്യാം. ഫോൺ ഒരെണ്ണം കയ്യിലുണ്ടെങ്കിൽ എന്തും ചെയ്യാം. അതുകൊണ്ട് അവളെ കണ്ണുടച്ച് ആരും സംശയിക്കേണ്ട. എനിക്കിതത്ര വിശ്വാസമില്ല, പ്രത്യേകിച്ച് അനാമിക തന്നതുകൊണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇതാകെ ദേഷ്യപ്പെട്ട് ഇങ്ങനെ നവ്യ മുഖം തിരിച്ചിരിക്കുക. എൻ്റെ നവ്യയെ, നീ ദേഷ്യപ്പെട്ടിട്ട് കാര്യമൊന്നുമില്ല. നിൻ്റെ അനിയത്തിയെ പറഞ്ഞു തിരുത്താൻ ആരുമില്ല. അതാ പ്രശ്നം. എന്തൊക്കെ സംഭവിച്ചാലും അവൻ്റെ കല്യാണം കഴിഞ്ഞാലും അവനെ തന്നെ കെട്ടുള്ളതെന്നും പറഞ്ഞ് ഉറച്ച വിശ്വാസത്തിലിരുന്നാൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? ഒരു പെണ്ണിൻ്റെ ജീവിതം തകർത്തിട്ട് മറ്റൊരു വീട്ടിലേക്ക് കടന്നു വരാൻ അവൾക്ക് നാണോ ഇല്ലേ എന്നൊക്കെ ചോദിച്ച് അഭി വഴക്കുറയാതെ, അഭി ഇനി ഇതിൻ്റെ പേരിൽ എൻ്റെ മെക്കിട്ട് കയറിയിട്ട് കാര്യമൊന്നുമില്ല. ഇത് ചോദിക്കേണ്ടവരോട് ചോദിക്കും, അല്ലാതെ അനാമികയോ അല്ലെങ്കിൽ അനാമികയോട് ചോദിക്കും, ഇല്ലെങ്കിൽ അനിയനോട് ചോദിക്കും. എൻ്റെ അനിയത്തോട് ചോദിക്കാനൊന്നും എനിക്ക് പറ്റില്ല. അവളിപ്പോൾ വേറെ ആരുമല്ല, ഒരു SI. ആ SIയുടെ മുൻപിൽ പോയി ചോദ്യങ്ങൾ ചോദിച്ചാലേ അത് വലിയ പ്രശ്നമാവും എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നവ്യ അവിടെ ഇങ്ങനെ കിടക്കുക. ഈ സമയമാണെങ്കിൽ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ജയനയും ഒക്കെയാണ്. അവരും ആകെ വിഷമിച്ചിരിക്കുക. നേരെ ഇത്രയായിട്ടും അവനൊന്ന് വിളിച്ചു പോലും ഇല്ലല്ലോ. അവനെടുത്തുമില്ല. അവനെന്ത് പറ്റിക്കണം? അവനെന്തിനായിരിക്കും ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? വല്ലാത്തൊരു കഷ്ടം തന്നെയാണ് അവൻ്റെ കാര്യം. അവനിങ്ങനെ ചെയ്യുമ്പോൾ എല്ലാവരെയും വിഷമിപ്പിക്കുകയാണെന്ന് അവൻ അറിയുന്നില്ലല്ലോ. അത് ശരിയാ, എല്ലാവരും കൂടെ അവനെ വിഷമിപ്പിക്കുക. എൻ്റെ മോൻ ആർക്കും ഒരു ദ്രോഹം ചെയ്തിട്ടില്ല, എന്നിട്ടും അവൻ എന്തിനാണ് ഇങ്ങനൊരു വിഷമം ദൈവം കൊടുത്തതെന്ന് അറിയില്ലല്ലോ ഭഗവാനെ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ അനിയാണെങ്കിൽ ഇങ്ങനെ അജയനാണെങ്കിൽ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോഴേക്കും അവൻ എവിടെ പോയതാണെന്നും എന്ത് തോന്നിയാസം കാണിക്കാനാണ് പോയതെന്നൊക്കെ എനിക്കറിയാം. എന്തായാലും അവൻ പോയത് എന്തിനാണെന്ന് അറിയാവുന്നതുകൊണ്ട് ഇനിയിപ്പോൾ അവനെ വന്നില്ലെങ്കിലും എനിക്ക് ഒരു കുഴപ്പമില്ല ചേട്ടാ.
അതെന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത്? എന്തെങ്കിലും ഉണ്ടെങ്കിൽ കാര്യം തെളിച്ചു പറ ജാനകി എന്നും അജയനും ജയനും മാറി മാറി ചോദിക്കുക. വരട്ടെ വരട്ടെ, ഈ വീട്ടിൽ കുറച്ച് പേരും കൂടി ഉണ്ടല്ലോ, എല്ലാവരും വരട്ടെ. എല്ലാവരുടെ മുൻപിൽ വെച്ച് എനിക്കത് ഇനിയിപ്പോൾ എല്ലാം മൂടി മറിച്ച് വെച്ചിട്ട് കാര്യമൊന്നുമില്ല. നമ്മൾ ഓരോന്നോരോന്നായി മനസ്സിലിങ്ങനെ ഇടാതിരിക്കുമ്പോഴാണ് അവർക്കൊക്കെ ഓരോരോ ഇത് തോന്നുന്നത്. എന്തായാലും ഞാനൊരു കാര്യം മനസ്സിലാക്കി, എല്ലാം കൊണ്ടും നമ്മളിപ്പോൾ ഒന്നുമല്ല ചേട്ടാ എന്നൊക്കെ പറയാ. നീ എന്തൊക്കെയാ ജാനകി പറയുന്നേ? ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ. അതൊക്കെ കിട്ടും. വാ ഏട്ടത്തി വാ, എല്ലാവരും വാ. എല്ലാവരോടും കൂടെ തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. എന്താ ജാനകി, നിനക്ക് ഈ പാതിരാത്രി വേറെ പണിയൊന്നുമില്ലേ? ഇവിടെ എല്ലാവരും അനിയെ കാണാതെ വിഷമിച്ചിരിക്കുക. ആ സമയത്ത് നീ എന്തിനാ എല്ലാവരും വിളിച്ചു കൂട്ടി ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ ചോദിക്കുന്നത്? എല്ലാവരും വിളിച്ചു കൂട്ടണം, ആരെയും പറഞ്ഞിട്ട് കാര്യമില്ല. അനാമിക മോളെ വിഷമിപ്പിക്കാൻ വേണ്ടിയാ അവൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അവനോട് എനിക്കൊന്നും ഇനി പറയാനില്ല. ഇങ്ങോട്ട് വരട്ടെ, അവൻ്റെ കാരണം അടിച്ച് ഞാൻ പൊളിക്കും. അത് കേട്ടതും നമ്മുടെ അജയൻ ചോദിക്കുക, നീ എന്തിനാ ജാനകി വെറുതെ അവനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നേ? എന്താണെങ്കിലും തുറന്നു പറ. ഒന്നും എനിക്ക് പറയാനില്ല, എല്ലാം മൊബൈലിൽ തെളിവ് സഹിതമുണ്ട്. വരട്ടെ, ബാക്കിയുള്ളവരും കൂടെ വരട്ടെ. അപ്പോഴേക്കും ദേവയാനിയെ തുറച്ച് നോക്കുക. ഇവളെന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത്? എന്താ ഏട്ടത്തിനോടും കൂടെ പറയാനുള്ളത് തന്നെയാ. എല്ലാവരും അവനെ വാനോളം പുകഴ്ത്തുമല്ലേ, അല്ലെങ്കിൽ തന്നെ ഏട്ടൻ്റെ പാത പിന്തുടരുന്നവനല്ലേ അവൻ. ഇതുമല്ല, ഇതിനപ്പുറവും ചെയ്യും എന്നും ജാനകി. അത് കേട്ടതും, ജാനകി, നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് തുറന്നു പറ, അല്ലാതെ എൻ്റെ മോനെ കുറ്റപ്പെടുത്തിയിട്ട് നീ ഇവിടെ ഒന്നും പറയണ്ട, മനസ്സിലായല്ലോ? ഏട്ടത്തിക്കല്ലെങ്കിലും ഏട്ടത്തിയുടെ മോനെ കുറ്റം പറഞ്ഞാൽ പിടിക്കില്ലല്ലോ. ഞാൻ പറയുന്നത് സത്യമാണ്. ഞാൻ പറയുന്നത് കണ്ണടച്ച് വിശ്വസിക്കാൻ പറ്റുന്നില്ലെങ്കിൽ കാണിച്ചു തരാം കാഴ്ചകൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഇതെന്താ ഇത് വീടാണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമോ? ഒരു കാര്യം ഞാൻ പറയാം, ഈ വീട്ടിനകത്ത് ഇങ്ങനെ തലയ്ക്കും സ്വൈര്യമില്ലാണ്ട് ഓരോരുത്തർ ഓരോന്ന് കാണിച്ചു കൂട്ടുന്നത്. ജ്വല്ലറിയിലെ സെയിൽസ് നല്ല അടിപൊളിയായിട്ട് പൊടി പൊളിക്കുക. അങ്ങനെയുള്ളപ്പോൾ കുടുംബത്തിനകത്ത് ഒരു സമാധാനമില്ല. അനിയും അനാമികയും കാരണം ഒരു സമാധാനമില്ല. എൻ്റെ മോൾ എന്ത് ചെയ്തു എന്നാണ് പറയുന്നത്? എൻ്റെ മോൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ചെയ്തത് മുഴുവനും അവനാ, എൻ്റെ മോനെന്ന് പറയുന്നവൻ. സത്യം പറഞ്ഞ അവനെ പ്രസവിച്ചതിന് ഞാനിപ്പോൾ ഒരുപാട് വേദനിക്കുന്നുണ്ട്, ഒരുപാട് വിഷമിക്കുന്നുണ്ട്. എന്തിനാ നീ ഇങ്ങനെയൊക്കെ പറയുന്ന ജാനകി എന്ന് പറയുമ്പോഴത്തേക്ക് കാറിൻ്റെ ശബ്ദം കേട്ട വരുന്നുണ്ട്. എന്തായാലും അവരും കൂടെ വരട്ടെ, എന്നിട്ട് പറയാം എന്നും പറഞ്ഞ് നിൽക്കുമ്പോഴത്തേക്കും അവരും വരും അകത്തേക്ക്. ഇത്രയും നേരം നീ എവിടെയായിരുന്നടാ? ഞാനൊരു അമ്പലത്തിൻ്റെ ആൽത്തറയിൽ പോയി കിടക്കുമായിരുന്നു വെച്ചാ. ഒരു സമാധാനമില്ല. ഇങ്ങോട്ട് വരുമ്പോൾ മനസ്സിന് നല്ല വിഷമമാണ്, വേദനയാണ്. അതുകൊണ്ട് അവിടെ പോയി കിടക്കാമെന്ന് കരുതി പോയി കിടന്നതാ. അത് കേട്ടതും, നിനക്കൊരു സമാധാനമില്ല അല്ലേ? വീട്ടിലുള്ളവരുടെ സമാധാനം മുഴുവനും കെടുത്തിയിട്ട് നിനക്ക് എന്ത് സമാധാനം കിട്ടാനാണ് നീ അമ്പലത്തിലേക്ക് പോയത്? അത് കേട്ടതും ആദർശ്, വേണ്ട, അവൻ ഇനി ആരും കുറ്റം പറയണ്ട, അവനല്ലെങ്കിലേ തകർന്നിരിക്കുക. അങ്ങനെയുള്ളപ്പോൾ അവനെ കുറ്റം പറഞ്ഞെന്തിനാ എല്ലാവരും കൂടെ വിഷമിപ്പിക്കുന്നത്? അവൻ പോയി കിടന്നോട്ടെ. അങ്ങനെ ഇവൻ കിടക്കാൻ പോകാൻ പറ്റില്ലല്ലോ. ഇവൻ ആകെ സമാധാനക്കേടാന്നും പറയുന്നില്ലേ? എന്നാൽ ഇവന് ഒരു സമാധാനക്കേടുമില്ല. എല്ലാ സമാധാനക്കേടും ഈ വീട്ടിലുള്ള നമ്മക്കാ. എന്തൊക്കെയാ ജാനകി പറയുന്നത്? എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ തുറന്നു പറ എന്നും പറഞ്ഞുകൊണ്ട് ജയൻ ദേഷ്യപ്പെടുക. ഇത് കേട്ടത്, പറയാനൊന്നുമില്ല, ഞാൻ കാണിച്ചു തരാം എന്നും പറഞ്ഞുകൊണ്ട് വീഡിയോ ഓണാക്കി കാണിച്ചു കൊടുക്കണം. അത് കണ്ടതും ജയനും അജയനും ഞെട്ടിപ്പോയി. ഈ സമയം അത് ദേവയാനിക്ക് കൊടുക്കുക. ദേവയാനിയും ഞെട്ടിപ്പോയി. അപ്പോൾ ആദർശ് നയനെ അത് കാണുക. അത് കണ്ടതും ആർക്കും ഉത്തരവില്ലാതെ ആയിപ്പോയി. എന്താടാ ഇത്? എന്ത് തോന്നിയവസാണ് നീ കാണിച്ചത് എന്നും അജയൻ്റെയും ചോദ്യം. അത് കേട്ടതും എന്താ അച്ഛാ എന്നും നമ്മുടെ അനി ചോദിക്കുക. അപ്പോൾ ആദർശ വീഡിയോ കാണിച്ചു കൊടുക്കുക അനിയെ. ഈ സമയം അനി ഒന്നും മിണ്ടാതെ തലകുനിച്ച് നിൽക്കുക. വീട്ടിലൊരു ഭാര്യ ഉണ്ടായിട്ട് അവളെ ഒന്ന് സ്നേഹിക്കാൻ പോലും സമയമില്ലാതെ ഇങ്ങനെയൊക്കെ ചെയ്യുവാണോടാ? എടാ, നിന്നെ ഞാൻ എന്തിനാടാ പ്രസവിച്ചത്? നീ ജനിക്കുന്നതിനേക്കാൾ നല്ലത് മരിക്കുന്നതായിരുന്നു. പോയി ചാകട എന്നും പറഞ്ഞുകൊണ്ട് അനിയുടെ കരണത്തിട്ടൊരൊറ്റ അടി കൊണ്ടതും അനിക്കാകെ സങ്കടമായി. അനാമികയ്ക്ക് സന്തോഷത്തോടെ അനാമിക അനിയെ നോക്കി ചിരിക്കുക. ഈ സമയമാണെങ്കിൽ അനി കരഞ്ഞുകൊണ്ട്, ഈ വീട്ടിലൊരു സമാധാനമില്ല, എനിക്ക് സത്യം പറഞ്ഞാൽ ജീവിക്കണമെന്നൊരു തുള്ളി ആഗ്രഹം പോലുമില്ല. അങ്ങനെയുള്ളപ്പോൾ ഞാനിനി ഒരുപാട് ഇതാക്കിയിട്ട് കാര്യമൊന്നുമില്ല. എല്ലാവരും കണക്കാ. എൻ്റെ സന്തോഷം ആരും മനസ്സിലാക്കുന്നില്ല. എല്ലാവർക്കും അവരവരുടെ കാര്യം. ഇനിയിപ്പോൾ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്നും പറഞ്ഞുകൊണ്ട് അനി കരഞ്ഞുകൊണ്ട് പോവുക. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എല്ലാവരുടെയും മുൻപിൽ വെച്ച് ഞാൻ പറയുക, എൻ്റെ മോൾ അനാമിക, എൻ്റെ മകള്, പെൺമക്കളില്ലാത്ത എനിക്ക് ദൈവം തന്ന എൻ്റെ സ്വത്താ എൻ്റെ അനാമിക. അങ്ങനെയുള്ളപ്പോൾ എൻ്റെ അനാമിക മോൾ ഇവിടെ നിന്ന് ഇറക്കി വിട്ട് ആ നന്ദുവിനെ ഇങ്ങോട്ട് കൊണ്ടുവരാമെന്നാണ് നിങ്ങളുടെയൊക്കെ ആഗ്രഹമെങ്കിൽ അത് ഈ ജന്മത്ത് നടക്കില്ല. അതിനെ ജാനകി ജീവിച്ചിരിക്കുമ്പോൾ സമ്മതിക്കില്ല, മനസ്സിലായല്ലോ എന്ന് പറയുമ്പോഴേക്കും അനാമികയും അവിടെ നിന്ന് കരഞ്ഞ് നിലവിളിച്ചുകൊണ്ട് പോവുക. അനാമിക പോയി കഴിഞ്ഞതും, മനസ്സിലായോ പറഞ്ഞത്? എൻ്റെ മോളല്ലാതെ മറ്റൊരു പെൺകുട്ടിയും ഈ വീട്ടിലേക്ക് മരുമകളായിട്ട് കയറി വരാൻ ഞാൻ സമ്മതിക്കില്ല എന്നാണ് പറഞ്ഞത് എന്നും. അത് കേട്ടതും നമ്മുടെ നയന
ദേവയാനിയെ നോക്കുക. കുറ്റബോധം കൊണ്ടാണ് നോക്കുന്നത്. കാരണം തൻ്റെ അനിയത്തിയാണല്ലോ ഇത്രയും വലിയൊരു തെറ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷെ അനിയത്തി അല്ല ചെയ്തത്, അനി തന്നെയാണ് ബലമായി നന്ദുവിനെ കെട്ടിപ്പിടിച്ചത്. അതിന് നന്ദുവിന് എന്ത് ചെയ്യാൻ പറ്റും? പക്ഷേ ഒന്നും മിണ്ടാൻ പറ്റാതെ രണ്ടുപേരും നിൽക്കുകയാണ്. അതോടുകൂടി എപ്പിസോഡ് അവസാനിക്കുകയാണ്. നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക. എല്ലാവർക്കും ഒരിക്കൽ കൂടെ